നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. നമസ്കാരം. ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല, വ്യക്തമായിട്ടില്ല. നവീൻ ബാബു അന്വേഷണ സംഘത്തിനെതിരെ ഈ കേസ് അന്വേഷിച്ച പ്രത്യേക സംഘത്തിനെതിരെ അവർ സമർപ്പിച്ച കുറ്റപത്രം അപൂർണമാണെന്നും അതിൽ 13 അടക്കം പിഴവുകളുണ്ടെന്നും കാട്ടിയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം തലശ്ശേരി കോടതിയെ സമീപിച്ചതും അതിൽ കോടതി തന്നെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ന് അതിൽ അന്തിമ വിധി ഉണ്ടാകുമെന്ന് പറയുന്നു കോടതി നിഗമനത്തിൽ. പക്ഷേ അപ്പോഴാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം, ഭാര്യയും മക്കളും സഹോദരന്മാരും ഒക്കെ വന്ന് മുഖ്യമന്ത്രി കണ്ടു 2 ദിവസം മുമ്പ്. അപ്പോൾ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും അവരാവശ്യപ്പെട്ട CBI അന്വേഷണമാണ്. ഇപ്പോൾ CBI അന്വേഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം ഒരു കുടുംബം, കാരണം ഇത്രയും ഇടത് സർക്കാർ ഇത്രയും 2 വർഷമായി, 2024 ഒക്ടോബർ മാസത്തിൽ, ഈ ഒക്ടോബർ ആകുമ്പോൾ 2 വർഷവും. അപ്പം അവരന്വേഷിച്ചിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. അതെ, സാഹചര്യ തെളിവുകളെല്ലാം നശിപ്പിച്ചു, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചില്ല, PP ദിവ്യയുടെ ഫോൺ കോൾ ലിസ്റ്റ് പോലും കുറ്റപത്രത്തിൻ്റെ കൂടെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് ഗുരുതരമായ പിഴവുകളുണ്ട് അന്വേഷണ സംഘത്തിന്. അപ്പോൾ ഇവർ മുഖ്യമന്ത്രി അങ്ങനെ വന്നപ്പോഴാണ് കുടുംബം ഇനി CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. കുടുംബത്തിന് സംസ്ഥാന പോലീസിൽ, പിണറായിയുടെ ഭരണത്തിന് കീഴിലുള്ള പോലീസിൽ വിശ്വാസമില്ല, ഇവിടുത്തെ പോലീസല്ല. അപ്പോൾ എന്തായാലും കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത് CBI അന്വേഷണം കൊണ്ടുവരാമെന്ന്. പക്ഷേ വിജ്ഞാപനമൊന്നും ഇറങ്ങിയില്ല. വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ CPM കേന്ദ്രങ്ങൾ രൂക്ഷമായ പ്രതിഷേധം, അതായത് VD സതീശൻ, അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും സംസ്ഥാന സെക്രട്ടറി അംഗം MB ജയരാജനുമൊക്കെ ഇത് പിന്നെ VD സതീശന് വിശ്വാസം കേന്ദ്ര സേനയാണോ, കേരളത്തിൻ്റെ സേനയ്ക്ക് എന്ത് കുഴപ്പം, വിജിലൻസ് അന്വേഷിച്ചാൽ എന്താ പ്രശ്നം? KK രാഗേഷ് ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലേ, അദ്ദേഹത്തിന് ഈ വിജിലൻസ് എന്തൊക്കെ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന് അറിഞ്ഞൂടെ? സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ കൈക്കൂലി, അഴിമതി, ഇതൊക്കെയാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അപ്പം ഇതിനെ PP ദിവ്യയുടെ സംഭവം പിന്നെയും ഈ CPM-കാർ ശ്രമിക്കുന്നത് ഇതിനെ തിരിച്ച് മറ്റേ പ്രശാന്തനുമായുള്ള ഒരു ഇടപാടാണ്. അതെ, പ്രശാന്ത് അതിലേക്ക് ഒരുമാതിരി ഇവർ ഈ വൈരുദ്ധ്യാത്മകതയൊക്കെ പറയുന്ന ആ തരത്തിൽ ക്യൂബ കറങ്ങി ബൊളീവിയ വഴി ഇങ്ങെത്തുന്ന പ്രശാന്തനുമായുള്ള ഇദ്ദേഹത്തിൻ്റെ ഇടപാട്, നവീൻ ബാബുവിൻ്റെ ഇടപാടുകൾ ഉണ്ട് എന്ന രീതിയിലേക്ക് വിജിലൻസ് അന്വേഷിച്ചാൽ പോരെ എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. ഭരണം മാറിയത് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കാരണം ഇവരങ്ങ് പറയുന്നു, സർക്കാർ അങ്ങ് കേൾക്കുന്നു, അങ്ങനെയല്ലല്ലോ. ശരിക്കും CPM-ൻ്റെ ഭാഗത്ത് ഈ KK രാഗേഷൊക്കെ ഇങ്ങനെ കടന്ന് മെഴുവാൻ കാരണം യഥാർത്ഥ പ്രതികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മടിയിൽ കനമുള്ളതുകൊണ്ട്. അതെ, മടിയിൽ കനമുള്ളത് കൊണ്ടാണ് KK രാഗേഷിനും MV ജയരാജനും ഒക്കെ ഭയം. അവർക്ക് ഒരുപാട് പേരെ രക്ഷിക്കാനുണ്ട്. ഈ കേസിൽ, ഈ നമ്മുടെ നവീൻ ബാബുവിൻ്റെ കേസിൽ വളരെ തുടക്കം മുതൽ ആ കേസ് അട്ടിമറിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. ഒരു തരത്തിലും ആ കേസിൽ സത്യസന്ധമായൊരു അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ആ ബോഡി, നവീൻ ബാബുവിൻ്റെ ഡെഡ് ബോഡി ശരിയായ ഫോറൻസിക് പരിശോധന നടത്തിയോ? ഇല്ല. അത് ശരിയായി പോസ്റ്റ്മോർട്ടം ചെയ്തോ? ആന്തരിക സ്രവങ്ങൾ ശേഖരിച്ചോ? ഇതിനൊന്നും ഉത്തരമില്ല. ഇത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ഈ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഒരു ഉത്തരം നമുക്കില്ല. ബോഡി ശരിക്കും പറഞ്ഞാൽ വെറുതെ എംബാം ചെയ്യുന്നത് പോലെ ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറ്റിവിട്ടു. കണ്ണൂരെന്ന് ബോഡി ഇവിടെ വന്നു, അത് ഉടൻ തന്നെ, അതായത് ഇവിടെ ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് ചിന്തിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അതിനെ സംസ്കരിച്ചു. അതാണ് സംഭവിച്ചത്. ഈ ഒരു നിരാലംബയായ ഒരു സ്ത്രീയും അവരുടെ 2 പെൺമക്കളും അങ്ങേയറ്റത്തെ നീതികേടിൻ്റെ, അന്യായത്തിൻ്റെ, അനീതിയുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയിരിക്കുകയാണ്. പിന്നെ നവീൻ ബാബു, ഈ കുടുംബം ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഈ CPM-ൻ്റെ ആൾക്കാരായിരുന്നു. ഇവരുടെ ഈ നവീൻ ബാബുവിൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിൽ CPM-കാരും ഉണ്ട്, BJP-ക്കാരും ഉണ്ട്. അപ്പോൾ വളരെ തുടക്കം തൊട്ട് തന്നെ ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരികയും ഈ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റുകയും ചെയ്തു. എന്നിട്ട് അവസാനം എന്താണ് ചെയ്തത്? കൊടിയ ചതിയാണ് ചെയ്തത്, അല്ലേ? ഈ കുടുംബത്തെ ഈ പറഞ്ഞ പോലെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു. ഒരു തെളിവും ബാക്കി ഉണ്ടാകാൻ അവർ സമ്മതിച്ചില്ല. ആ ബോഡി
ചുട്ട് ചാരമാക്കി കളഞ്ഞു. ഇതല്ലേ സത്യത്തിൽ നടന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൽ പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തും പറയാം, സത്യത്തിൻ്റെ വിജയം, അത് തെളിവിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വരും, സത്യം വിജയിക്കും, ഒരു സംശയവുമില്ല. ഒരു കള്ളത്തരവും വിജയിച്ച ചരിത്രം ഇല്ല. അതുകൊണ്ട് തന്നെ CPM കരുതിയിരുന്നോട്ടെ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്ന വലിയ ഗൂഢാലോചന, ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്ന വലിയ അട്ടിമറി, എന്തിനാണ് നവീൻ ബാബുവിനെ ട്രാൻസ്ഫർ കൊടുക്കാതെ കണ്ണൂർ തന്നെ പിടിച്ചു നിർത്തി, എന്തുകൊണ്ട് നവീൻ ബാബു ഇങ്ങനൊരു ആരോപണം നേരിടേണ്ടി വന്നു, ഈ പറയുന്ന പെട്രോൾ പമ്പ് ആരംഭിക്കുന്നതിന് കൈക്കൂലി വാങ്ങി, അതിൻ്റെ NOC കൊടുക്കുന്നതിന് കൈക്കൂലി വാങ്ങി എന്ന ആരോപണം എന്തുകൊണ്ട് നവീൻ ബാബുവിനെതിരെ ഉയർന്നു തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. എന്തുകൊണ്ടാണ് PP ദിവ്യ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിൽ കയറി സിനിമ സ്റ്റൈൽ ഡയലോഗ് ക്ഷണിക്കാതെ വന്നിട്ട് സിനിമ സ്റ്റൈല് ഡയലോഗും അടിച്ചു വെച്ച് ഇറങ്ങിപ്പോയി. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ PP ദിവ്യയൊക്കെ ഒരു മറയാണെന്നേ. അതിൻ്റെ പുറകിൽ ചരട് വലിക്കുന്ന വേറെ കറുത്ത ശക്തികൾ വേറെയുണ്ട്. അതാണ് പുറത്തു വരേണ്ടത്. അത് തീർച്ചയായിട്ടും ഒരു CBI അന്വേഷണം നടന്നാൽ, ഇന്നത്തെ നിലയ്ക്ക് ഒരു CBI അന്വേഷണം നടന്നാൽ ഇവർ പെടും എന്ന കാര്യം തീർച്ചയാണ്. കാരണം പോലീസിന്റെ പഴയതുപോലെ പിണറായി വിജയനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അത് CPMന് താമസം വിനാ മനസ്സിലാകും CBI അന്വേഷണം ആരംഭിച്ചാൽ. ഇവിടെ ഒരു കാര്യം നോക്കൂ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നമുക്ക് നവീൻ ബാബു എങ്ങനെ മരിച്ചെന്ന് അറിയില്ല, നമുക്ക് സത്യം അറിയണം. ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് ഈ തുടക്കം തൊട്ട് നടന്ന എല്ലാ സംഭവങ്ങളിലും നമ്മൾ സംശയിക്കുന്നുണ്ട്. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലെത്തിയോ, ഈ ട്രെയിനിൽ കയറിയോ, ഇടയ്ക്കെവിടെയെങ്കിലും ഇറങ്ങിയോ, ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ സംശയിക്കുന്നുണ്ട്. ഒന്നിനും കൃത്യമായ ഉത്തരമില്ല. കയറിയെന്നും കയറിയില്ല, എന്തിനാണ് തിരിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയത്, എന്തിനാണ് ഈ താക്കോല് കൊടുക്കാതിരുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കേസ് CBI അന്വേഷിക്കണമെങ്കിൽ ഒന്നുകിൽ ആ സംസ്ഥാനത്തെ സർക്കാർ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ക്യാബിനറ്റ് ആവശ്യപ്പെടണം, ഞങ്ങൾ ഈ കേസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയാണ്. അങ്ങനെ ശുപാർശ ചെയ്യുമ്പോൾ മാത്രമേ CBIക്ക് ആ കേസ് അന്വേഷിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ ഹൈക്കോടതിക്ക് ഈ കേസിൽ ദുരൂഹതയുണ്ട്, ഇത് സംസ്ഥാന പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല, സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം ഈ സത്യം കണ്ടെത്താൻ ഉള്ളതല്ല, കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇത് CBI അന്വേഷിക്കട്ടെ എന്ന് ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും CBIക്ക് അന്വേഷിക്കാം. പിന്നെയുള്ളത് കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിക്കുമാണ്. പക്ഷേ ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ മറികടന്ന് സംസ്ഥാനത്ത് നടന്ന ഒരു ഇഷ്യൂവിൽ, ഒരു മർഡർ കേസിൽ അന്വേഷിക്കാൻ നിർദ്ദേശിച്ച കീഴ്വഴക്കമില്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ഇപ്പോൾ പന്ത് VD സതീശൻ്റെ കോർട്ടിലാണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാം ഈ കേസ് CBI അന്വേഷിക്കണം എന്ന് കേരള മന്ത്രിസഭ, ശ്രീമാൻ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനിച്ചാൽ കഴിഞ്ഞു, CPMൻ്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. കണ്ണൂരിലെ ഒട്ടനവധി പ്രമുഖ നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും. അത് വെറും ഒരു വ്യക്തിയുടെ ഒരു ആത്മഹത്യക്കപ്പുറത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം നേരിട്ട് അതിൻ്റെ നാണക്കേട് കൊണ്ട് തല ഉയർത്തി നടക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന കള്ളക്കഥയ്ക്ക് അതോടെ പരിസമാപ്തി ഉണ്ടാകും. വളരെ കൃത്യമായിട്ട് ഈ കേസ് CBI അന്വേഷിച്ചാൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇപ്പോഴും അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എത്ര ശ്രമിച്ചാലും തെളിവിൻ്റെ ഒരു കണിക അവശേഷിക്കും. അതില്ലാതാക്കാൻ ലോകത്താർക്കും, ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ, വിരലടയാളം എന്നൊക്കെ പറയുന്നത് പോലെ, അത് തീർച്ചയായിട്ടും ആ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ അത് തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയും ലോകത്ത് രക്ഷപ്പെട്ട ചരിത്രമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം പുറത്തു വരും. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഒരു ഔദാര്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം PP ദിവ്യയെ മാത്രം ഒരു പ്രതിയെങ്കിലും അതെന്തുകൊണ്ടാണ് ഈ കേസ് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക്, അവരുദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊരു മറ വേണം.
ആ മറയാണ് പി ദിവ്യ. അതാണ് ഇപ്പോൾ കൊണ്ടിളകിയിരിക്കുന്നത്. അതാണ് കണ്ണൂർ ജില്ലാ ഘടകം കൊണ്ടിളകിയിട്ടുണ്ടെങ്കിൽ. ഞാനൊന്ന് ഒരു കാര്യം ചോദിക്കട്ടെ രാജേഷ് ജി, ഒരു വ്യക്തി, ഒരു ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥൻ, ADM എന്നൊക്കെ പറയുന്നത് ചില്ലറ കളിയല്ല അല്ലേ? കളക്ടർക്ക് തൊട്ട് താഴെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന് നേരെ ഇങ്ങനെ ഒരു ആ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ മരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അത് ആരാണ്? അവരുടെ തന്നെ യൂണിയനിൽപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ തന്നെ ആളാണ്. ഈ നവീൻ ബാബു പത്തനംതിട്ടയിൽ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും സർക്കാരിന് വേണ്ടി കയറ്റാൻ പരിശ്രമിച്ച ഉദ്യോഗസ്ഥനാണ് എന്നുള്ള ആക്ഷേപം പോലും ഉയർന്നിരുന്നു. പല മീഡിയാസും പല യൂട്യൂബ് ചാനലുകളും ഒക്കെ ആ വാർത്തകളൊക്കെ പുറത്തു വിട്ടിരുന്നു. പോട്ടെ, അതൊക്കെ അതിനെയൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. പാർട്ടിക്ക് വിനീത വിധേയനായി പ്രവർത്തിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് നവീൻ ബാബു. അതും 2 പെൺമക്കളുള്ള ഒരു അച്ഛൻ. അദ്ദേഹം ജീവൻ വെടിയേണ്ട ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ ഉയർന്ന റവന്യൂ വകുപ്പിലെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഈ 2 പെൺമക്കളുടെ അച്ഛൻ തന്റെ ജീവൻ വെടിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത് തന്നെ ഇതല്ലേ. 2 പെൺമക്കളുള്ള, പ്രത്യേകിച്ചും +2 ഒക്കെ പഠിക്കുന്ന അത്രയും മുതിർന്ന പെൺകുട്ടികളുള്ള ഒരു ഗൃഹനാഥൻ അങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമോ? പ്രത്യേകിച്ച് കാരണമില്ലാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ വല്ല പീഡന കേസിലും പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നെങ്കിൽ ശരി. പക്ഷെ അതിന്റെ ഒന്നും യാതൊരു ലാഞ്ചനയും സൂചനയും ഇവിടെ വരുന്നില്ല. ഇവരങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പുറത്തു വന്നേ. ഇനി അങ്ങോട്ട് ജീവിക്കാൻ നാണക്കേട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ബലി കൊടുത്തിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക്, ജില്ലാ നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്ക് ഉളുപ്പില്ലാതെ വന്ന് പറയുകയാണ്, ഇത് ന്യായീകരിക്കുകയാണ് ഇതിനെ. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഇത് CBI അന്വേഷിക്കണം. ഇതിൻ്റെ കല്ലും നെല്ലും തിരിയണം. എന്തിന് നവീൻ ബാബു ആത്മഹത്യയാണെങ്കിൽ എന്തിന് ആത്മഹത്യ ചെയ്തു? അത് കേവലം പി ദിവ്യയുടെ ഈ വാചാടോപത്തിൽ വീണതാണോ? അത് നാണക്കേടുണ്ടാക്കിയോ? അതിൻ്റെ പുറത്താണോ ഈ ആത്മഹത്യ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് ഇല്ല? അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയും നൽകിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? പിന്നെ അവിടെ നടന്ന പല ഭൂമി കയ്യേറ്റങ്ങളെയും കുറിച്ച് ADM ആയിരുന്ന നവീൻ ബാബുവിന് കൃത്യമായ ധാരണയുണ്ട് എന്ന് കേൾക്കുന്നു. പ്രത്യേകിച്ചും RMPയുടെ പല നേതാക്കളും ഇതിനെക്കുറിച്ച് വളരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ പല ചാനലുകളും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. AP അഹമ്മദ് മാഷിനെ പോലെയുള്ളവർ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. VD സതീശൻ സർക്കാർ ഇക്കാര്യത്തിൽ ഏറ്റവും ഉചിതമായൊരു തീരുമാനം കൈക്കൊള്ളണം. ഇന്നത്തെ നിലയ്ക്ക് CBI അന്വേഷണം വന്നാൽ ആ CBIയെ സ്വാധീനിക്കാൻ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ പിണിയാളുകൾക്കോ കഴിയില്ല. ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു. ഭരണത്തിലില്ലാത്ത പിണറായി വിജയനും CPM-ഉം ഇനി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു സഹായവും ഒരു ആനുകൂല്യവും ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നല്ല ഇന്ത്യയിൽ 2026 മാർച്ച് 31 സമ്പൂർണ്ണമായിട്ടും മാവോയിസത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. അതുപോലെ അവർ CPM-നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള വ്രതമെടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കനലൊരു തരി കെട്ടു, അത് കരിക്കട്ടയായി. ഇനി ആ കരിക്കട്ട പോലും അവശേഷിക്കാത്ത വണ്ണം അതിനെ ഇല്ലായ്മ ചെയ്യാനായിരിക്കും BJP നേതൃത്വത്തിലുള്ള മുന്നണിയുടെ NDAയുടെ ശ്രമം. അതിന് അവർ തീർച്ചയായിട്ടും CBI അന്വേഷണം നടക്കട്ടെ, സത്യസന്ധമായിട്ട് നടക്കട്ടെ, അവരതങ്ങ് കൈയച്ചു വിടും. അതുകൊണ്ട് ഒരു CBI അന്വേഷണം വരട്ടെ. നമുക്ക് സത്യമാണ് അറിയേണ്ടത്. നമ്മളിവിടെ രാഷ്ട്രീയ കളിക്ക് നിൽക്കുന്നവരല്ല. നമുക്ക് വസ്തുതയാണ് അറിയേണ്ടത്. ജനങ്ങൾക്കറിയേണ്ടത് സത്യമാണ്. നവീൻ ബാബു എന്തിനു മരിച്ചു? ആത്മഹത്യയോ കൊലപാതകമോ? ഇത് ആത്മഹത്യയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? കൊലപാതകമാണെങ്കിൽ ആരാണ് കൊന്നത്? എന്തിനാണ് കൊന്നത്? ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് കൊന്നത്? ഇതൊക്കെ അറിയണം. അറിഞ്ഞേ തീരൂ. അതിന് VD സതീശൻ ധൈര്യം കാണിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ അതിനുള്ള ചങ്കൂറ്റം കാണിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാം. തീർച്ചയായിട്ടും.